നമസ്കാരം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബ്രീസ് ലേണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേരള SSC-ERT സിലബസ് പ്രകാരമുള്ള 10ാം ക്ലാസ്സിലെ ഹിന്ദി വിഷയം ആസ്പദമാക്കി ക്ലാസ് ആരംഭിക്കുകയാണ്. ഇക്കായി ഏക്ക് അല്ലെങ്കിൽ 1ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പാഠഭാഗങ്ങൾ ഇപ്രകാരമാണ്. കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ. ഏക്ക് ബീർ ബഹൂട്ടി കഹാനി പ്രഭാത്. 2 हताश से एक व्यक्ति बैठ गया था. टिप्पणी नरेश सक्सेना. 3 टूटा पहिया कविता धर्मवीर भारती. 4 ബണ്ടി ഉപന്യാസഞ്ച് മഞ്ഞു ഭണ്ഡാരി. ഇത്രയും പാഠഭാഗങ്ങളാണ് നമുക്ക് 1ാം അധ്യായത്തിൽ പഠിക്കുവാനുള്ളത്. ഇതിൽ ആദ്യത്തെ പാഠമായ ബീർ ബഹൂട്ടി കഹാനി അഥവാ കഥയാണ്. ലേഖകൻ പ്രഭാത്. ഇനി നമുക്ക് ഇക്കായി ഏക്ക് എന്ന എഴുതിയിട്ടുള്ള ആ പേജ് നമ്പർ 7 ആ പേജ് ഒന്ന് നോക്കി എല്ലാവരും. അതിൽ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ കൂട്ടുകാർ. ആ ചിത്രത്തിലെ വിവരണങ്ങൾ നമുക്ക് നോക്കാം. ചിത്രവിവരൺ. എല്ലാവരും ഒന്ന് നോക്കി ആ ചിത്രത്തിലേക്ക്. ചിത്രമേം एक लड़का एक लड़की बाजरे के पौधे और बीर बहूटियों है. बच्चों के पीठ पर स्कूल बैग टंगे हुए हैं. वे बीर बहूटियों को ध्यान से देखते हैं. അപ്പോൾ ഈ ചിത്രത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? ഒരു ആൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ഈ കുട്ടികൾ ചോളത്തിൻ്റെ ചെടികൾ, ചുവന്ന പ്രാണികളെയും നമുക്ക് കാണാൻ കഴിയും. ഈ കുട്ടികളുടെ പുറത്ത് അവർ സ്കൂൾ ബാഗ് തൂക്കിയിട്ടിട്ടുണ്ടല്ലേ, നമുക്ക് കാണാമല്ലോ. കൂട്ടുകാർ കാണുന്നില്ലേ? അവർ പ്രാണികളെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. ഏത് പ്രാണിയല്ലാതെ ബീർ ബഹൂട്ടിയാണ് അല്ലേ? അവർ ശ്രദ്ധയോടുകൂടി അവയെ നോക്കി കാണുകയാണ്. ഇത്രയുമാണ് ആ ചിത്രത്തിലുള്ളത്. അതുപോലെ തന്നെ അതിലൊരു 4 വരി കവിത കൊടുത്തിട്ടുണ്ടല്ലോ. ആ കവിതയിലേക്കൊന്ന് ശ്രദ്ധിച്ചേ. പ്യാർ ബാരിഷ് കി പഹലി ബൂന്തോ മേ ഹേ. ഇവിടെ എന്താ പ്യാർ എന്ന് പറഞ്ഞാൽ സ്നേഹം. ബാരിഷ് കി പഹലി ബൂന്തോ മേ ഹേ. ബാരിഷ് എന്താ? മഴ. മഴയുടെ ആദ്യ തുള്ളികളിൽ എന്തുണ്ട്? സ്നേഹമുണ്ട്. ആദ്യം ഭൂമിയിലേക്ക് പതിക്കുന്ന തുള്ളികളിൽ പോലും സ്നേഹമുണ്ടെന്ന് പറയുന്നു. 2ാമത്തെ വരി പ്യാർ ഫൂലോ കി ഖുശ്ബൂ മേ ഹേ. പൂക്കളുടെ സുഗന്ധത്തിൽ എന്തുണ്ട്? പൂക്കളുടെ സുഗന്ധത്തിലുമുണ്ട് സ്നേഹം. അടുത്ത വരി ഏതാ? പ്യാർ ഠൽത്തെ സൂരജ് കി കിരണോ മേ ഹേ. സ്നേഹം സൂര്യൻ്റെ കിരണങ്ങളിലുണ്ട്. പ്യാർ ഹർ നയേ ദിൻ കി ഉമ്മീദ് മേ ഹേ. അതുപോലെ സ്നേഹം എവിടെയുണ്ട്? ഓരോ ദിനത്തിൻ്റെയും, അതായത് തുടങ്ങുന്ന ഓരോ ദിനത്തിൻ്റെയും പ്രതീക്ഷയിലും സ്നേഹമുണ്ട്. ഇനി നമുക്ക് പാഠത്തിലെ പ്രഭാത് എന്ന ലേഖകനെ പറ്റി നോക്കാം. വായിക്കാം ആ വരികൾ. प्रभात. युवा कवि प्रभात का जन्म राजस्थान के करौली में 1972 को हुआ. आप कवि होने के साथ साथ कहानीकार भी हैं. काशीबाई पानी की गाड़ियों में जूझता रहा जाता रहा आदि आपकी प्रमुख रचनाएं हैं. നമുക്കതിൻ്റെ മലയാളം ഒന്ന് നോക്കാം. യുവകവി പ്രഭാത് രാജസ്ഥാനിലെ കരോളിയിൽ 1972 ജനിച്ചത്. അദ്ദേഹം കവിയും കഥാകൃത്തുമാണ്. കാശിബായ് പാനി കി ഗാഡിയുമേ ചൂസ്താ രഹ ജാതാ രഹ തുടങ്ങിയവ പ്രമുഖ രചനകളുമാണ്. നമുക്ക് ഇനി പാഠഭാഗത്തിലേക്ക് കിടന്നാലോ. ബീർ ബഹൂട്ടി പ്രഭാത് കഹാനി. പേജ് നമ്പർ 8. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध खुली हुई थी. नेक्स्ट पैराग्राफ. उन्हें बीर बहूटियों से मिलना होता था. सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सड़े इन खेतों में बीर बहूटियाँ खोजा करते थे. सुर्ख मुलायम गदबदी
बीरबहुड़िया। धरती पर चलती चलती खून की प्यारी प्यारी बूंदे, उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर ठंगे होते थे। वे एक दूसरे के बहुत नज़दीक रहकर, बल्कि कहना चाहिए बिल्कुल सटकर बीरबहुड़ियाँ घोंसते थे। उन्हें देखने के लिए बारिश की गंध फरी फुरी ज़मीन पर बैठ जाया करते थे। बेला, देखो इस बीरबहुड़ी का रंग तुम्हारे रिबन के जैसा लाल है, साहिल ने कहा। तुमने कुछ सुना बेला? हाँ सुना, पहले ठंडी लग गई है, लेकिन मुझे पाइनमेल चाही भी फरवानी है दुकान से। കൂട്ടുകാർക്ക് മനസ്സിലായോ വായിച്ചത്? ഇനി നമുക്കതിൻ്റെ മലയാളം അർത്ഥത്തിലേക്ക് കടന്നാലോ? ബാദൽ ബഹുത്ത് ബരസ് ലിയേ ഥേ. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഫിർ ഭി ബഹുത് സാരാ പാനി ഉൻമേ ബച്ചാ ഹുവാ ഥാ. എന്നിട്ടും ധാരാളം ജലം മേഘങ്ങളിൽ അവശേഷിച്ചിരുന്നു. വേ ഖേത്തോ ജംഗലോ കെ ഊപ്പർ ഛായേ ഹുയേ ഥേ. അവ വയലുകളുടെയും കാടുകളുടെയും മുകളിലായിട്ട് വ്യാപിച്ചിരുന്നു. സാര ആകാശ് മേഘോം സെ ഫരാഥ. ആകാശം മുഴുവൻ മേഘങ്ങളാൽ നിറഞ്ഞിരുന്നു. ഫരാഥ എന്ന് പറഞ്ഞാൽ എന്താ? നിറഞ്ഞിരുന്നു. മേഘോं की छाया में गीली हवाएं इधर उधर घूम रही थी. മേഘോं की छाया में गीली हवाएं इधर उधर घूम रही थी. എന്താ? മേഘങ്ങളുടെ നിഴലുകളിൽ നിന്ന് നനവുള്ള ഇളങ്കാറ്റ് അവിടെയും ഇവിടെയും ചുറ്റി, അതായത് വീശിയിരുന്നു, അല്ലെങ്കിൽ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. പേടോങ്കെ തന്നെ അഫീഫി ഗീലേഥേ. മരങ്ങളുടെ തായ്തടികൾ, അതായത് പേടോങ്കെ തനെ, തായ്തടി എന്ന് പറഞ്ഞാൽ അറിയാലോ, തായ്തടികൾ ഗീലേഥേ ഇപ്പോഴും നനഞ്ഞിട്ടുണ്ടായിരുന്നു. മുങ്കുഫലിയോങ്കെ ഹരേ ഖേത്തോമേ. മുങ്കുഫലി എന്ന് പറഞ്ഞാൽ എന്താ? നിലക്കടലാന്ന് കേട്ടിട്ടില്ലേ? ഹരേ ഖേത്തോമേം, പച്ചപ്പ് നിറഞ്ഞ വയലുകളിൽ. പീലെ ഫൂൽ അഫീഫി ഗീലേഥേ. പീലെ ഫൂൽ എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞപ്പൂക്കൾ ഇപ്പോഴും കുതിർന്നിരുന്നു. ഗീലേഥേ. അടുത്തത് ഖേത്തോമേം ചോട്ടാ ചോട്ടാ ബാജ്ര ഉഗാഥ. വയലുകളിൽ ചോട്ടാ ചോട്ടാ, ചെറിയ ചെറിയ ബാജ്ര കിളിർത്ത് നിൽപ്പുണ്ടായിരുന്നു. ബജ്ര അറിയാലോ, ചോളം. ബാജ്രയ്ക്ക് ലംബെ പത്തലെ പാത്തോമേം പാനിക്ക് ബൂന്തിയും അട്ക്കി ഹുയി ഥി. ഈ ബജ്ര അല്ലെങ്കിൽ ചോളങ്ങൾ നീളമുള്ളതും അതേപോലെ തന്നെ കനം കുറഞ്ഞതുമായ ഇലകളിൽ വെള്ളത്തുള്ളികൾ തങ്ങി തങ്ങി നിന്നിരുന്നു. ബാരിഷ് കി ഹവാമേം ഗീലെ ഖേത്തോം और बारिश की हरियाली की गंध खुली हुई थी. എന്താ? ഈ മഴക്കാലത്തെ കാറ്റിൽ നനഞ്ഞ വയലുകളുടെയും മഴക്കാലം കൊണ്ടുണ്ടാകുന്ന പച്ചപ്പില്ലേ, ഗ്രീനറി, അതിന് ഹിന്ദിയിൽ എന്താ വാക്ക്? ഹരിയാലി, ഗ്രീനറി. അപ്പം അങ്ങനെയുള്ള പച്ചപ്പിൻ്റെയും ഗന്ധം ഖുലി ഹുയി ഥി, കലർന്നിരുന്നു. ആ ഗന്ധം അവിടെ മുഴുവനും കലർന്നിരുന്നു. ഇനി അടുത്ത പാരഗ്രാഫിലാണ് നമ്മൾ കിടക്കുന്നത്. അതിൽ നമ്മൾക്ക് തുടങ്ങാം. ഉന്നെ ബീർബൂട്ടിയോം സെ മിൽന ഹോതാ ഥാ. എന്താ? അവർക്ക് മഴക്കാലത്ത് വയലുകൾ കാണപ്പെടുന്ന ആ ചുവന്ന നിറത്തിലുള്ള ജീവികളുണ്ടല്ലോ, ബീർബഹൂട്ടിയം, ആ ജീവികളെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. മിൽന ഹോതാ ഥാ, കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സോവേ സ്കൂൾ കെ ലിയെ ഘർ സെ കുച്ച് സമയ പഹലെ നിക്കലാത്തേ ഥേ. അതുകൊണ്ട് അവരെന്ത് ചെയ്യുമായിരുന്നു? സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്നും നിക്കലാത്തേ ഥേ, ഇറങ്ങിയിരുന്നു. നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ടായിരുന്നു. കസ്ബേ സെ സഡേ ഇൻ ഖേത്തോമേ ബീർബഹൂടിയാ ഖോജാ കർത്തേ ഥേ. എന്നിട്ട് അവരെന്താ ചെയ്തിരുന്നത്? സ്കൂളിൽ പോകാൻ വേണ്ടി അവർ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ചെറു പട്ടണത്തോട്, കസ്ബ എന്ന് പറഞ്ഞാൽ എന്താ? പട്ടണം. ചെറു പട്ടണത്തോട് ചേർന്നുള്ള വയലുകൾ ചുവന്ന ഈ ബീർബഹൂട്ടികളെ, അല്ലെങ്കിൽ ഈ ചുവന്ന ജീവികളെ, അല്ലെങ്കിൽ ഈ ചുവന്ന കീടങ്ങളെ തിരഞ്ഞു നടക്കാറുണ്ടായിരുന്നു. അവിടെ നിറം എന്തായിരുന്നു എന്ന് നോക്കൂ. സുർഖ്, മുലായം, ഗദ്ബദി, ബീർബഹൂടിയം. അവിടെ നിറത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാ? സുർഖ് മീൻസ് മുലായം, റെഡ് കളറിലുള്ള. അതുപോലെ മുലായം എന്ന് പറഞ്ഞാൽ എന്താ? മൃദുവായ. പിന്നെ ഗദ്ബദി, ബീർബഹൂടിയം, ഭംഗിയുള്ള കീടങ്ങളായിരുന്നു ഈ ബീർബഹൂടിയം. പിന്നെ ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്ദേ. മറ്റൊരു പ്രത്യേകത എന്താ?
മണ്ണിൽ ചുറ്റിക്കറങ്ങുന്ന ഭംഗിയുള്ള രക്തത്തുള്ളികൾ. അവരുടെ ഉൻകെ ബസ്തേ ഉൻകി പീഠ് പർ ലദേ ഹോത്തേ ഥേ. ഉൻകെ ബസ്തേ അവരുടെ ബാഗുകൾ. ബസ്ത എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? സ്കൂൾ ബാഗ്. ഉൻകി പീഠ് പർ ലദേ ഹോത്തേ ഥേ അവരുടെ മുതുവിൻ്റെ പിറകുവശം, അതായത് ബാക്കിൽ അവരെന്ത് ചെയ്തിരുന്നു? മുതുവിൻ്റെ ഭാഗത്തായിട്ട്, ബാക്കിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിരുന്നു ഒരു സ്കൂൾ ബാഗുകൾ. കന്തോ പർ ടംഗേ ഹോത്തേ ഥേ. കന്ത എന്ന് പറഞ്ഞാൽ എന്താ? തോള് തൂക്കിയിരുന്നു. വേ ഏക് ദൂസരേ കെ ബഹുത് നസ്ദീക് രഹകർ ബൽക്കി കഹനാ ചാഹിയെ ബിൽക്കുൽ സട്കർ ബേർബഹൂട്ടിയാം ഖോജ്തേ രഹേ. അവർ എപ്പോഴും പരസ്പരം വളരെ അടുത്ത് ചേർന്നിരുന്നുകൊണ്ട് തന്നെ ചുവന്ന കീടങ്ങളെ അല്ലെങ്കിൽ ഈ ബീർബഹൂട്ടികളെ തിരഞ്ഞുകൊണ്ടേയിരുന്നു, അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് അവരെന്താ ചെയ്തത്? ഉന്നെ ദേഖ്നെ കെ ലിയേ അവയെ കാണാൻ വേണ്ടിയിട്ട് വേ ബാരിഷ് കി ഗന്ധ് ഫരി ഫൂരി ജമീൻ പർ ബൈറ്റ് ജായ കത്തേത്തെ. എന്നിട്ട് ഇവയെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമായിരുന്നു അവർ? പതിവായി എന്നുള്ളതിന് വാക്ക് എന്താ? देखने के लिए वह बारिश की गंदी पूरी जमीन पर बैठ जाया करते थे. बैठ जाया പതിവായി, സ്ഥിരമായി ഇരിക്കാറുണ്ടായിരുന്നു. അവയെ കാണാൻ വേണ്ടി അവർ പതിവായിട്ട് മഴയുടെ ഗന്ധം നിറഞ്ഞ തവിട്ട് നിറമുള്ള മണ്ണിൽ എന്ത് ചെയ്യായിരുന്നു? ഇരിക്കുമായിരുന്നു. बेला देखो इस बीरबहुडी का रंग तुम्हारे रिबन के जैसा लाल है, साहिल ने कहा. बेला നോക്കൂ, देखो നോക്കൂ, इस बीरबहुडी का रंग ഈ ബീർബഹുഡിയുടെ രംഗ് മീൻസ് നിറം, തുമാരെ റിബൻ കെ ജൈസ ലാൽ ഹെ ചുവന്ന ഈ ബീർബഹുഡിയുടെ നിറം നിന്റെ റിബൺ ഉണ്ടല്ലോ, മുടിയിൽ കെട്ടിയിരിക്കുന്ന റിബൺ പോലെ ചുവപ്പ് നിറമുള്ളതാണല്ലോ. ആര് പറഞ്ഞു? കിസ്നെ കഹാ? സാഹിൽ നെ കഹാ. സാഹിൽ പറഞ്ഞു. തുമ്നെ കുച്ച് സുന ബേല. എന്നിട്ട് വീണ്ടും സാഹിൽ ചോദിക്കുന്നു, തുമ്നെ കുച്ച് സുന ബേല. എന്താ ചോദിക്കുന്നേ? നീ എന്തെങ്കിലും കേട്ടോ ബേല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മറുപടിയായിട്ട് പറയുന്നുണ്ട്, ജവാബുമേം ഹാ സുന, അതെ കേട്ടല്ലോ. പഹലി ഖണ്ഡി ലഗ് ഗയി ഹേ. എന്താ പറഞ്ഞത്? കേട്ടു, ആദ്യത്തെ ബെല്ലടിച്ചു. ലേക്കിൻ മുझे പൈൻ മേം സ്യാഹി ഭി ഭർവാനി ഹേ ദുകാൻ സേ. അപ്പോൾ എന്താ പറഞ്ഞത്? പക്ഷേ എനിക്ക് പേനയിൽ മഷി നിറയ്ക്കണം കടയിൽ നിന്ന്. ഇത്രയുമാണ് പേജ് നമ്പർ 8 ഉള്ളത്. കൂട്ടുകാരെ, ബീർബഹുഡി എന്ന ഈ പാഠഭാഗത്തിലെ പ്രധാനമായി പറയുന്നത് എന്താണെന്ന് പറഞ്ഞു തരാം. പാറിപ്പറന്ന് നടക്കുന്ന പൂമ്പാറ്റകളെ പോലെ എപ്പോഴും എവിടെയും ഒന്നിച്ചു നടന്നിരുന്ന സുഹൃത്തുക്കളായിരുന്നു ആരെല്ലാം? സാഹിലും ബേലായും. ആഹ്ലാദകരമായ തങ്ങളുടെ സ്കൂൾ ജീവിതത്തിൽ തന്നെ അവർക്ക് വേർപിരിയേണ്ടി വന്നു. സ്കൂൾ ദിനങ്ങളിലെ അവരുടെ സന്തോഷവും വേർപിരിയലിൻ്റെ വേദനയുമാണ് പ്രഭാതിൻ്റെ ഈ കഥയിൽ പറയുന്നത്. കൂട്ടുകാർക്ക് ഇതുവരെ നമ്മൾ വായിച്ച ഈ പാരഗ്രാഫിലെ പേജ് നമ്പർ 8 എന്ന ഈ പാരഗ്രാഫിലെ എല്ലാ വാക്കുകളും മനസ്സിലായല്ലോ. വായിക്കാൻ ഏതെങ്കിലും വാക്കുകൾ വായിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചാലും. വാക്കുകൾ ബുദ്ധിമുട്ടായി തോന്നുന്നുവെങ്കിൽ കൂടുതൽ പ്രാവശ്യം ഓരോ പാരഗ്രാഫുകളും വായിക്കാൻ ശ്രമിക്കുക. എത്രത്തോളം വായിക്കുന്നുവോ അത്രത്തോളം വാക്കുകൾ ഹൃദിസ്ഥമാവുകയും നന്നായി ആ വാക്കുകൾ മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കാനും സാധിക്കുന്നതാണ്. ഈ 8 പേജിലെ ഈ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന ഓരോ ശബ്ദങ്ങളുടെയും എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. പല പ്രാവശ്യം അത് വായിക്കാൻ ശ്രമിക്കുക. ഹൃദിസ്ഥമാവുകയും ചെയ്യും. വാക്കുകളുടെ ശബ്ദാർത്ഥത്തിലുള്ള വാക്കുകളുടെ മീനിങ് ഒന്നുകൂടി വായിക്കാം. ബീർബഹുഡി മഴക്കാലത്ത് കാണപ്പെടുന്ന ഒരു തരം ചുവന്ന പ്രാണിയാണ്. ചുവന്ന ജീവികളാണ്.
എ റെഡ് ക്രീച്ചർ ഫൗണ്ട് ഇൻ ദി റെയിനി സീസൺ. ബാദൽ ബരസ്ന, ടു റെയിൻ, മഴ പെയ്യുക. ഇംഗ്ലീഷിലും മലയാളത്തിലും അർത്ഥങ്ങൾ പറയുന്നത് നമ്മുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും. ബച്ചാന, അവശേഷിക്കുക, ടു റിറ്റെയിൻ. ഛാന, ടു സ്പ്രെഡ്, വ്യാപിക്കുക. പേടുക്ക തന, മരത്തിൻ്റെ തായ്തടി. ട്രങ്ക് ഓഫ് എ ട്രീ. ഘൂംന, ചുറ്റിക്കറങ്ങുക, ടു മൂവ് എറൗണ്ട്. ഹവ, വിൻഡ്, കാറ്റ്. ഗീലി, നനഞ്ഞ, വറ്റ്. ഛായ, ഷാഡോ, നിഴൽ. ഇധർ ഉധർ, അവിടെയും ഇവിടെയും. ഫർന, നിറയ്ക്കുക. ഛാന, വ്യാപിക്കുക. എല്ലാവരും ഈ വാക്കുകൾ തീർച്ചയായും എഴുതിയെടുക്കണം, മറക്കരുത്. നമ്മൾ പാഠം പഠിക്കുന്ന സമയത്ത് തന്നെ എപ്പോഴും പേനയും നോട്ട്ബുക്കും കരുതിയിട്ട് വേണം പാഠം പഠിക്കുവാൻ. അത് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുക. ബാക്കി വാക്കുകൾ നമുക്ക് വീണ്ടും നോക്കാം. മുങ്ഫലി, നിലക്കടല, ഗ്രൗണ്ട് നട്ട്. ഉഗ്ന, മുളയ്ക്കുക, ടു ജോർമിനേറ്റ്. പത്ല, കനം കുറഞ്ഞ, തിൻ. പാത്ത്, ലീഫ്, ഇല. അഠക്ന, തങ്ങി നിൽക്കുക. അഠക്ന, തങ്ങി നിൽക്കുക, ടു ഹോൾട്ട്. തുൽന, കലരുക, ടു ഗെറ്റ് മിക്സ്ഡ്. കസ്ബ, ചെറിയ പട്ടണം, സ്മോൾ ടൗൺ. സഡന, ചേരുക, സെറ്റ് ഓഫ്. സുർഖ്, ചുവപ്പ് നിറം, റെഡ് കളർ. ലദിന, ചുമക്ക